വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ചേരുന്നു. ശ്രീ വിജി തമ്പി, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആ ചടങ്ങ് നടക്കാൻ ഇരിക്കുകയാണ്. നോക്കൂ, നേരത്തെ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കാരണം ഇതൊരു മോഷണ മുതലാണ്. ഇത് ദുരൂഹ സാഹചര്യത്തിലാണ് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. പിന്നീട് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു. അവിടെ എല്ലാം തിരിമറികൾ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് അവസ്ഥയിലാണ്, ഏത് കോലത്തിലാണ് ഇത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും വളരെ വിവാദമായിട്ടുള്ള ഒരു കേസ് ഇവിടെ നിലനിൽക്കെ അതെല്ലാം സമഗ്രമായിട്ട് പരിശോധിക്കേണ്ട ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ധൃതി പിടിച്ച് സ്വർണ്ണപ്പാളികൾ അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഇല്ലേ? എന്താണ് താങ്കളുടെ നിഗമനം? സ്വാമി ശരണം. അനിൽജി, ഒരു ഗ്രഹണ ദിവസം രാത്രിയുടെ മറവില് ആ ദ്വാരപാലക ശില്പങ്ങളിലെ ഗോളക, ചെമ്പിലുള്ള ഗോളകയിൽ അതിൽ പൊതിഞ്ഞിരുന്ന അതിലെ സ്വർണ്ണപ്പാളികൾ വളരെ രഹസ്യമായിട്ട് അവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയി. ഈ 2025, ഞാൻ പറയുന്നത് 2019 കാര്യമല്ല. അത് കൊണ്ടുപോയിട്ട് അതിന് എത്ര തൂക്കമുണ്ടെന്നോ അതിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എന്താണ് അവസ്ഥയെന്നോ ഒന്നും അറിയാതെ ഇപ്പൊ പട്ടാപ്പകൽ വീണ്ടും ഒരു ആചാര ലംഘനമാണ് അവിടെ നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആ സ്വർണ്ണപ്പാളികളാണോ അത്? അതായത് 1998 ഈ പറഞ്ഞ വിജയ് മല്യ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ തന്നെ ആണോ ഇത് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയങ്ങളുണ്ട്. കാര്യം 2019 ഇത് ഇളക്കിക്കൊണ്ട് പോയപ്പോൾ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളിയാക്കി ആ പാളികൾ മാറ്റി മറ്റൊരു പാളി പണിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ആ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠത്തിന് വ്യത്യാസം വന്നത്. പഴയ പാളികളല്ല അത്. ആ പഴയ പാളികളല്ല വീണ്ടും രണ്ടാമത് കൊണ്ടുവന്നത്. 2019 പാളികൾ മാറ്റി, അതിലെ സ്വർണം മാറ്റി, അതിലെ ചെമ്പ് മാറ്റി, അതിലെ എല്ലാ സാധനങ്ങളും മാറ്റി പുതിയ പാളി ഉണ്ടാക്കി. അതിലാണ് സ്വർണം, ആ നേരത്തെ ഉള്ളത് സ്വർണം ക്ലാഡിംഗ് ആണ്, സ്വർണം പൂശുകയല്ല ചെയ്തത്, സ്വർണ്ണപ്പാളികളായിരുന്നു. 2019 എന്താ ചെയ്തതെന്നുള്ള അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിനെ കൊണ്ടുവന്നിട്ട് അതിനെയാണ് ഇപ്പോൾ വീണ്ടും ഇളകിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യം ഇത് ഭഗവാന്റെ ഹിതം അറിയാതെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അത് പുനഃസ്ഥാപിക്കാൻ പാടില്ല. മാത്രമല്ല അതിപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇനി എന്തൊക്കെയാണ് അതിന് പുറത്തു വരുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ദുരൂഹതകൾ പുറത്തു വരും. അപ്പൊ ആ സമയത്തൊക്കെ ഇതൊരു തൊണ്ടി മുതലായി സൂക്ഷിക്കേണ്ടതാണ്. ഇത്ര ധൃതി പിടിച്ച് രണ്ടാമത് ചെയ്യുന്നത് ആചാര ലംഘനമാണ്, അതൊരു സംശയമില്ല. മാത്രമല്ല 2018 ജൂണിലാണ് അവസാനമായി ശബരിമലയിൽ ദേവപ്രശ്നം നടന്നത്. ഒരു ക്ഷേത്രം സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ത് കാര്യങ്ങൾക്കും ഭഗവാന്റെ ഹിതമാണ് പ്രധാനം. കാര്യം ഭഗവാൻ ഒരു നേരിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിനാണ് ദേവപ്രശ്നം വെക്കുന്നത്. ദേവപ്രശ്നം വെച്ച് അതിലൂടെയാണ് ഭഗവാന്റെ അഹിതവും ഹിതവും എല്ലാം അറിയുന്നത്. ആ ഹിതം അറിയാതെ ഒരു കാര്യവും അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മണ്ഡല പൂജ തുടങ്ങാൻ പോവാണ് അടുത്ത മാസം. ഇന്നിപ്പോ നാളെ തുലാം 1-ാം തീയതിയായി. ഒരു മാസം കഴിഞ്ഞാൽ വൃശ്ചികം 1 മുതൽ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ഈ മണ്ഡലകാലത്തിന് മുമ്പായിട്ട് അവിടെ ദേവപ്രശ്നം നടത്തി അതിന്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ആപത്തുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഒരുപാട് ജ്യോതിഷന്മാരും ഒരുപാട് തന്ത്രിമാരും അതുപോലെ തന്നെ ആചാര്യന്മാരും എന്നോട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ടിറങ്ങി ഹൈക്കോടതിയിൽ ഇന്നൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ദേവപ്രശ്നം നടത്തണമെന്നുള്ള ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അവിടെ ഭരണം നടത്തുന്നെങ്കിലും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമല്ല അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ലോകമെമ്പാടുമുള്ള ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ്. ആ ആശ്രയ കേന്ദ്രമായ ശബരിമല. അതുകൊണ്ടാണ് ഈ ഭക്തർ ഇത്രയും ബുദ്ധിമുട്ടി വ്രതമെടുത്ത് മല കയറി അവിടെ വരുന്നത്. വരുന്നത് ഭഗവാൻ ഒരു നോക്ക് കണ്ട് ആ ഭഗവാന്റെ ആ അനുഗ്രഹം ഏറ്റുവാങ്ങാനാണ്. അത്രയും ചൈതന്യമുള്ള ഒരു രൂപമാണ് അവിടെ ഇരിക്കുന്നത്. ആ ഭഗവാൻ ധർമ്മശാസ്താവാണ്, ധർമ്മത്തെ ശാസിച്ച് നിലനിർത്തുന്ന ആളാണ്. അങ്ങനെ ഒരാളിന്റെ മുമ്പിലാണ് ഇവർ ഈ ആവശ്യമില്ലാത്ത എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നത്. ഇത് ഭയങ്കര ദോഷമായി വരും. ഇത് അവർക്ക് മാത്രമല്ല കേരളത്തിനാകപ്പാട് ഇത് കണ്ടു നിൽക്കുന്ന. പണ്ട് നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ എതിർക്കണം. ആ എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിൽക്കരുത്, മാറിപ്പോണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണ്, ഇത് നടക്കുന്ന തെറ്റാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്നത്
ദേവപ്രശ്നം നടത്തണം. ശബരിമലയിൽ ദേവപ്രശ്നം നടത്താതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇത് ഉൾപ്പെടെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സ്വർണ്ണപ്പാളിക തിരിച്ച് സ്ഥാപിക്കുന്നതിന് മുമ്പ് ദേവപ്രശ്നം നടത്തി വേണം സ്ഥാപിക്കാൻ. ഇല്ലെങ്കിൽ ഇത് അല്ല ശ്രീ വിജി തമ്പി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. താങ്കൾ ഇപ്പോൾ പറയുന്നത് മണ്ഡല മകരവിളക്കിന് മുമ്പ് ദേവപ്രശ്നം നടത്തണമെന്നാണ്. പക്ഷേ നോക്കൂ, ഈ മോഷണ മുതൽ അത് ആരും അറിയാതെ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി ചിലർ ഗൂഢാലോചനയൊക്കെ നടത്തി കൊണ്ടുപോയതാണ്. അപ്പോൾ അത് തിരികെ പുനഃസ്ഥാപിക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു ദേവപ്രശ്നം വേണ്ടതല്ലേ? കാരണം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഭഗവാന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങളല്ല സന്നിധാനത്ത് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ദേവപ്രശ്നം നടത്തി എന്തൊക്കെ പ്രതിവിധികൾ ഉണ്ടാവണം അതിൽ എന്ന് കൂടിയാലോചിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ ഇപ്പോൾ? അതുകൊണ്ടാണ് അനിൽജി ഞാൻ പറഞ്ഞത് ഇത് തിരിച്ച് ഘടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ദേവപ്രശ്നം നടത്തി ഭഗവാന്റെ ഹിതമറിയാതെ ഇത് തിരിച്ച് പുനഃസ്ഥാപിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മാത്രമല്ല, ഈ ദേവപ്രശ്നം നടത്താതെയാണ് അവിടെ മാളികപ്പുറത്ത് മുകളിൽ ഉണ്ടായിരുന്ന നവഗ്രഹങ്ങളുടെ സ്ഥാനം മാറ്റിയത്. ആ സ്ഥാനം മാറ്റിയത് തെറ്റാണെന്ന് പല ആൾക്കാരും പറഞ്ഞു. പല ജ്യോതിഷന്മാരും ആ സ്ഥാനം, അതായത് കുംഭലഗ്നത്തിന് മറ്റുമാണ്, കുംഭലഗ്നത്തിൽ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്കതിനെ പറ്റി അറിയില്ല, അറിവുള്ളവർ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് അറിയണം. ഞാൻ ചോദിക്കട്ടെ, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യം തന്നെ പുറത്തു വന്നത് ഇവിടെ നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. ഭഗവാൻ തീരുമാനിച്ചിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാന് എന്തൊക്കെയോ അനിഷ്ടങ്ങളുണ്ട്. ആ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു ദേവപ്രശ്നം നടത്തിയിട്ട് കാര്യമില്ല. ശബരിമലയിൽ ചുമ്മാ അവിടുത്തെ ദേവസ്വം ബോർഡുകൾ നടത്തുന്ന ദേവപ്രശ്നം പലപ്പോഴും പല പരിഹാരങ്ങളും പറയാം, അതൊന്നും ചെയ്യാറില്ല. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതി നിശ്ചയിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷനുടെ നേതൃത്വത്തിൽ ഒരു കേരളത്തിലും പുറത്തുമുള്ള ആചാര്യന്മാരുടെ, പ്രധാന ജ്യോതിഷന്മാരുടെ ഒരു പട്ടിക തയ്യാറാക്കി അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പൂജിച്ച് ആ മേൽശാന്തിയെ നറുക്കെടുക്കുന്ന രീതിയിൽ, നാളെയാണ് മേൽശാന്തി നറുക്കെടുക്കാൻ പോകുന്നത്, മേൽശാന്തിയെ നറുക്കെടുക്കുന്ന രീതിയിൽ ആ ഓരോരുത്തരുടെ പേരിട്ടിട്ട് അതിൽ പ്രധാന ദൈവജ്ഞൻ എന്നുള്ള ഒരാൾ, അതുപോലെ മറ്റു ദൈവജ്ഞന്മാർ 3-4 മറ്റു ദൈവജ്ഞന്മാർ, അവരുടെയും ഭഗവാന്റെ മുന്നിൽ വെച്ച് നറുക്കെടുത്ത് അവരെ കൊണ്ട് ദേവപ്രശ്നം നടത്തി അത് എല്ലാ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ദേവപ്രശ്നം നടത്തി ആ ദേവപ്രശ്നത്തിൽ എന്താണ് ചാർത്ത്, ആ ചാർത്തിൽ എന്താണ് പറയുന്നത്, ആ പരിഹാരങ്ങൾ കൃത്യമായിട്ട് ശബരിമലയിൽ നടന്നിരിക്കണം. കാര്യം ശബരിമല ഭക്തരുടെ സ്ഥലമാണ്, ഭഗവാന്റെ സ്ഥലമാണ്. ഈ ദേവസ്വം ബോർഡിലെ കള്ളന്മാരുടെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കോമരങ്ങളുടെയോ സ്ഥലമല്ല. അത് ആലോചിക്കുക. അപ്പൊ അവിടുത്തെ ഭഗവാന്റെ ഹിതം അറിയാതെ എന്ത് കാര്യം ചെയ്താലും അത് അഹിതമാവും, അത് ആചാര ലംഘനമായി തന്നെ മാറും.